അഷ്ടാംഗ യോഗയിലെ യമം എന്തെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ എത്ര കഠിനമായ ആസനങ്ങൾ ചെയ്താലും നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റമില്ലെങ്കിൽ അത് യോഗയാകില്ല. ജീവിതത്തിൽ സമാധാനവും വിജയവും ആഗ്രഹിക്കുന്നവർ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒന്നാം പടി യമം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എന്താണ് യമം? മഹർഷി പതഞ്ജലി തൻ്റെ യോഗസൂത്രത്തിൽ 8 ഘട്ടങ്ങളുള്ള അഷ്ടാംഗ യോഗയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് യമം. നമ്മൾ സമൂഹത്തോട് എങ്ങനെ പെരുമാറണം, നമ്മുടെ ധാർമ്മികമായ അതിവരമ്പുകൾ എന്തൊക്കെയായിരിക്കണം എന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. യോഗ സൂത്രത്തിലെ ശ്ലോകം യമത്തെക്കുറിച്ച് വിവരിക്കുന്ന യോഗസൂത്രത്തിലെ പ്രധാന സൂത്രം ഇതാണ്: അഹിംസ, സത്യാസ്തേയ, ബ്രഹ്മചര്യ, പരിഗ്രഹ, യമ. സാധനപാദം സൂത്രം 30 ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അർത്ഥം: അഹിംസ, സത്യ, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം ഇവയാണ് 5 യമങ്ങൾ. വിശദമായി പറഞ്ഞാൽ അഹിംസ ഒന്നാമത്തേത് നോൺ വയലൻസ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കുക. രണ്ടാമത്തേത് സത്യം, ട്രൂത്ത്ഫുൾനെസ്. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധത പുലർത്തുക. മൂന്നാമത്തേത് ആസ്തേയം, നോൺ സീലിംഗ്. മറ്റൊരാളുടെ അവകാശങ്ങളോ വസ്തുക്കളോ മോഷ്ടിക്കാതിരിക്കുക. അത് ശാരീരികമായ മോഷണം മാത്രമല്ല, അസൂയപ്പെടാതിരിക്കുന്നതും ഇതിൽപ്പെടുന്നു. നാലാമത്തേത് ബ്രഹ്മചര്യം, മോഡറേഷൻ, കണ്ടിനൻസ്. ഊർജത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക, ഇന്ദ്രിയ നിഗ്രഹം പാലിക്കുക. അഞ്ചാമത്തേത് അപരിഗ്രഹം, നോൺ പൊസസീവ്നെസ്. അമിതമായ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുക, ആവശ്യമില്ലാത്ത വസ്തുക്കൾ വാരിക്കൂട്ടാതിരിക്കുക. എന്നുവെച്ചാൽ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് സംതൃപ്തിയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് ഇതിൽ വരുന്ന അർത്ഥം. ഈ 5 കാര്യങ്ങൾ പാലിക്കുന്നത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും ആന്തരിക സമാധാനം കണ്ടെത്താനും സഹായിക്കും. ആ ആസനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കല്ലേ, കൂടെ ഷെയർ ചെയ്യുവാനും. അടുത്ത വീഡിയോയിൽ നമുക്ക് നിയമത്തെക്കുറിച്ച് സംസാരിക്കാം. നന്ദി, നമസ്തേ.